അപ്പം ക്രിസ്മസൊക്കെ എത്തി നമ്മൾ ഒരു ചെറിയ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. അപ്പം ഞങ്ങൾ ക്രിസ്മസ് ട്രീ നോർമലി നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ക്രിസ്മസ് ട്രീ ആണല്ലോ. ഇപ്രാവശ്യം ഞങ്ങൾ PDF എന്ന് പറഞ്ഞ് ഇവിടെ ഒരു തട്ടാത്തിക്കാനത്തൊരു നഴ്സറി ഉണ്ട്. അവിടെ നിന്ന് ക്രിസ്മസ് ട്രീ മേടിച്ചു. ഒറിജിനൽ ക്രിസ്മസ് ട്രീ അല്ല, നമ്മുടെ ഈ യൂറോപ്യൻ കൺട്രീസിലൊക്കെ കണ്ടോ നിങ്ങൾ, അത് യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഇങ്ങനെയുള്ള ട്രീസാണ്. എനിക്ക് എത്രത്തോളം അതിന് അറിവില്ല, പക്ഷേ ഇത് കണ്ടാൽ ക്രിസ്മസ് ട്രീ തന്നെയല്ലേ. അപ്പോൾ അത് ഞങ്ങൾ മേടിച്ചു. ഇതിനകത്ത് ഡെക്കറേറ്റ് ചെയ്യാനുള്ള പ്ലാനാണ്. അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ എൻ്റെ കോലം നോക്കരുത്, കാരണം എനിക്ക് ഭയങ്കരമായിട്ട് പനി പിടിച്ച് ഫീവർ അടിച്ചിരിക്കുകയാണ്. തീരെ വയ്യ. ഇപ്പോഴൊന്നും ഇതുണ്ടാക്കാൻ വേണ്ടി ഒന്ന് എഴുന്നേറ്റെന്നേ ഉള്ളൂ, ഒറ്റയ്ക്ക് വയ്യ. പിന്നെ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാറിൻ്റെ മോളും പിന്നെ എൻ്റെ ഇളയാളും ഉണ്ട്. പക്ഷെ മൂത്താൾക്ക് വയ്യാതെ എൻ്റെ പനി പിടിച്ച് കിടപ്പാണവൾ. അപ്പം ഞങ്ങൾ പതുക്കെ ആ ലൈറ്റ്സൊക്കെ ഇടാനായിട്ടുള്ള പരിപാടിയാണ്. നല്ല ഹൈറ്റ് ഉണ്ട്, കണ്ടില്ലേ നിങ്ങൾ. അപ്പോൾ പിന്നെ ഇരുന്നു, കുറച്ച് കഴിഞ്ഞ് ക്ഷീണിച്ചിരുന്നു. കുറേ നേരം ചിലപ്പോൾ ചെയറിൻ്റെ മുകളിൽ നിന്ന് താഴെ വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇരുന്ന് ചെയ്യാനാണ്. എൻ്റെ കോലം ശ്രദ്ധിക്കരുത്, അത്ര വേസ്റ്റാണ് എൻ്റെ കണ്ടീഷൻ. എന്നിട്ടും എനിക്ക് പിള്ളേർക്കൊക്കെ ഒരു സന്തോഷമല്ലേ. ഇപ്പം നവംബർ 26 ആയില്ലേ, 26 ആയില്ലേ. അപ്പോഴത്തേക്ക് ഇനിയും ലേറ്റ് ആയിക്കഴിഞ്ഞാൽ, ഞങ്ങളൊക്കെ ദുബായിലായിരുന്ന സമയത്ത് ഒക്ടോബറിലൊക്കെ ഇടുമായിരുന്നു. ഇപ്പം അവിടെയൊക്കെ പിന്നെ ഇട്ട് തരാൻ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഇപ്പം നമ്മൾ തന്നെ ചെയ്തേ പറ്റുള്ളൂ. പിന്നെ ആളെ വിളിക്കുന്നതിന് അവർക്ക് വേറെ കൂലി കൊടുക്കേണ്ട കാര്യമുണ്ടല്ലോ. നമ്മളെ കൊണ്ടാവുന്ന പോലെ നമ്മൾ ചെയ്യാം. പെർഫെക്റ്റ് ഒന്നും ആയിരിക്കില്ല എങ്കിലും. അങ്ങനെ ഞാൻ ഇരുന്ന് അതെൻ്റെ ടാങ്കിലൊക്കെ മാറ്റുകയാണ്. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്കൊരു എന്താ പറയുക, എന്തോ ഒരു സന്തോഷമല്ലേ. എൻ്റെ കുഞ്ഞും ക്രിസ്മസ് എന്നൊക്കെ പറയുന്നത് എനിക്ക് ഫുൾ ടൈം പള്ളിയിലായിരിക്കും. അല്ലാതെ ഞാൻ എഴുന്നേൽക്കുന്ന കാണുമ്പോൾ തന്നെ അറിയാമല്ലേ, എനിക്ക് തീരെ പറ്റുന്നില്ല, എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. എനിക്ക് എങ്ങനെയോ എഴുന്നേറ്റുന്നേ ഉള്ളൂ. പിന്നെ പിള്ളേരുടെ ഒരു സന്തോഷത്തിന് ഞാനങ്ങ് ചെയ്യാൻ, ഇളയാളാണ് വീഡിയോ എടുക്കുന്നത്, അതാണ് ഇങ്ങനെ ഷേക്കായി പോകുന്നത്, ക്ഷമിക്കുക. പിന്നെ അതായത് നെക്സ്റ്റ് ക്രിസ്മസിനൊക്കെ ഞങ്ങൾ ഫുൾ ടൈം പള്ളിയിലായിരിക്കും. പള്ളിയിലെ പാട്ടിൻ്റെ പ്രാക്ടീസ് ഫുൾ ടൈം. ആ മന്തല്ല, ഒരു 2 മാസം മുമ്പേ തുടങ്ങും പ്രാക്ടീസൊക്കെ. അപ്പം ഇതാണ് ഫൈനൽ. എനിക്കത് എടുക്കാൻ അത്രത്തോളം ആരോഗ്യമില്ല, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എഡിറ്റ് ചെയ്ത് തീർത്തതാണ്. എങ്ങനെയുണ്ട് ഫൈനൽ, എങ്ങനെയുണ്ട്, കൊള്ളാമല്ലേ അല്ലേ? ഓക്കെ, അപ്പം അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.